ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എനിക്ക് ഈ വചനവുമായിട്ട് നിൽക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് അങ്ങ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് അടുത്ത ദിവസം എങ്ങനെയാണ്, അല്ലെ അടുത്ത മുൻപോട്ട് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ 40 സങ്കീർത്തനം വളരെ ആശ്വാസം തരുന്ന ഒരു സങ്കീർത്തനമാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 40 സങ്കീർത്തനം. അതിൻ്റെ 12 വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം വഹിച്ചുകൊണ്ട് നമ്മളും ഇങ്ങനെ മുൻപോട്ട് നീങ്ങുന്നവരാണ് ദാവീദിനെ പോലെ. ദാവീദ് പറയുകയാണ്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം. നമ്മൾക്കും ഇതുപോലെ സംഖ്യയില്ലാത്ത പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ നമുക്കും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മേൽപോട്ട് നോക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. നമ്മുടെ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ഭാരങ്ങളായി, നമ്മുടെ രോഗങ്ങളായി, പ്രയാസങ്ങളായി, ഒരുപക്ഷെ കുടുംബകാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ ഓർത്തായിരിക്കാം, എന്തു തന്നെ ആയാലും ആ ദാവീദിനെ പോലെ നമുക്കും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളും അങ്ങനെ അവൻ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികമായിട്ട് അകൃത്യങ്ങൾ നമ്മളെ ചുറ്റിയിരിക്കുകയാണ്. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. പക്ഷെ ദാവീദിന്റെ ധൈര്യം ക്ഷയിച്ചു പോയി. എങ്കിലും ദാവീദ് നമ്മളെ അവിടെ ബലപ്പെടുത്തുകയാണ്. 40 സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാവീദ് നമുക്ക് ധൈര്യം തരികയാണ്. അവിടെ ധൈര്യഹീനായി പോയ ദാവീദ് നമുക്ക് ധൈര്യം തരികയാണ്. 40 സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയ്ക്കായി നമ്മുടെ രോഗങ്ങളിലും പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലും എല്ലാം നമ്മൾ യഹോവയ്ക്കായി കാത്തിരിക്കണം. അങ്ങനെ നമ്മൾ യഹോവയുടെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കും. നമ്മൾ യഹോവയ്ക്കായി കാത്തിരിക്കണം. അപ്പം നമ്മൾ നിലവിളിയുടെ ശബ്ദം കർത്താവ് കേൾക്കും. അങ്ങനെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു യഹോവ നമുക്ക് ഉണ്ട്. ദൈവസന്നിധിയിലേക്ക് എന്ത് വിഷമമായാലും ദുഃഖമായാലും സന്തോഷമായാലും എന്ത് തന്നെ നമുക്ക് വന്നാലും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നിടുന്നവരായിട്ട് തീരണം. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് നമ്മുടെ മുറ്റത്തായാലും മുറിയിലായാലും എവിടെ നിന്ന് ആ കുഞ്ഞ് കരഞ്ഞാലും ആ കുഞ്ഞിന്റെ അമ്മ ഏത് സ്ഥാനത്ത് ആ വീട്ടിൽ നിന്നാലും ആ കരച്ചിൽ കേൾക്കും. ചിലപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർ ആ കരച്ചിൽ കേട്ടെന്ന് വരില്ല, ആ അമ്മ ആ കരച്ചിൽ കേൾക്കും. അതുപോലെയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ രോഗങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഭാരത്തോടെ ചെന്ന്, കർത്താവേ, എൻ്റെ ഈ ദുഃഖങ്ങൾ എന്ന് മാറും, എൻ്റെ കടബാധ്യത എന്ന് മാറും, എൻ്റെ രോഗത്തിന് വിടുതൽ എന്ന് കിട്ടും, എനിക്ക് എന്ന് വിടുതൽ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖത്തോടെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണെങ്കിൽ നമ്മുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ എത്തും. അല്ല, അങ്ങനെ നമ്മളെ നല്ലവണ്ണം നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ്, ഒരു യഹോവ നമുക്കുണ്ട് എന്ന് ദാവീദ് നമ്മളെ അവിടെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്ന് ദാവീദ് പറയുന്നു. നാശകരമായ കുഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാവരും ഇന്ന് ഓരോ കുഴികളിൽ പെട്ടിരിക്കുകയാണ്. രോഗത്തിലായാലും പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ പെട്ട് നമ്മളിങ്ങനെ കുഴിയിൽ പെട്ടിരിക്കുകയാണ്. ആ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോയതുപോലെ നമ്മളെ ദൈവം
ചേറിലും ചവിട്ടി മണ്ണിലും ചവിട്ടി നമ്മൾ വീണും എഴുന്നേറ്റും ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്തും. അങ്ങനെ എല്ലാം നമ്മൾ തള്ളി തള്ളി നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഴഞ്ഞ തടിക്കണം നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നമ്മൾ വീണപ്പോൾ നമ്മളെ ആരാണ് കയറ്റിയത്? യേശുവാകുന്ന ക്രിസ്തു നമ്മളെ കൈപിടിച്ചു ഉയർത്തി. ആ ദാവീദിന്റെ കൂടെ എന്നെ എൻ്റെ കർത്താവ് എൻ്റെ കുഴിയിൽ നിന്ന് എന്നെ കയറ്റിയെന്ന് നമുക്ക് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. നമുക്ക് അതിനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്നാണ്. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ആ പാറ ആരാണ്? ക്രിസ്തുവാണ് ആ പാറ. എന്നാ ആ പാറ ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മളിൽ എന്ത് വരണം? നമ്മളിൽ വചനം വരണം. വചനം വന്നെങ്കിലേ നമുക്ക് ആ ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. വചനം നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ, വചനത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, വചനത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് നിന്ന് കഴിയുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മളെ ക്രിസ്തുവാകുന്ന പാറയിൽ ഉയർത്തും. ആ പാറയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് ജീവിക്കും. അങ്ങനെ നമ്മൾ ആ പാറയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുമ്പോൾ, മുമ്പോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ അവൻ നമുക്ക് എന്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ തൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് എന്താണ് ആ പാട്ട്? നമ്മുടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും. നമ്മൾ എപ്പോഴും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നവരായിട്ട് തീരണം. നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും എല്ലാം നമ്മൾ ദൈവത്തിന്, ദുഃഖത്തിലും എല്ലാം നമ്മൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കണം. നമ്മുടെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും പറയണം. അങ്ങനെ പറയാനുള്ള ദൈവകൃപ നമ്മൾക്ക് കിട്ടണം. ആ ദൈവകൃപ എവിടുന്നാണ് കിട്ടുന്നത്? ആ ദൈവകൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. എങ്കിലേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയുള്ളൂ. ആ വചനം ദാവീദിനെ പോലെ എൻ്റെ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ കാത്തിരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ 40-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് കടക്കും. അതിൽ പറയുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമ്മൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കണം. ഇങ്ങനെ അങ്ങയുടെ ഇഷ്ടപ്രകാരം നമ്മൾ അപ്പോഴാണ് നമുക്ക് ഈ വചനവും എടുത്ത് നമുക്ക് എല്ലാവരുടെ മുൻപിലേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റുന്നത്. കഷ്ടതയിൽ കൂടി പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ വചനം ബലം തരത്തുള്ളൂ, നമ്മളെ ബലപ്പെടുത്തും. ഓരോ വാക്യങ്ങളും നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ കഷ്ടതയിലായിരിക്കുന്ന സമയത്ത് 12-ാം വാക്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 12-ാം വാക്യത്തിൽ പറയുന്നു, എന്തെല്ലാം അനർത്ഥങ്ങൾ നമ്മുടെ മുകളിൽ കൂടി കടന്നു പോയാലും അതിനെല്ലാം വിടുവിക്കുന്നതിനായ ഒരു യഹോവ നമുക്കുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായിട്ട് തള്ളിക്കളയയില്ല, ഞാൻ നരക്കോളം ഞാൻ നിന്നെ ചുമക്കും, അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായിട്ട് ഞാൻ ഇരിക്കാം എന്നൊക്കെയുള്ള കർത്താവിൻ്റെ ഒരുപാട് വാഗ്ദത്ത വചനങ്ങള് നമ്മുടെ ബൈബിളിലുണ്ട്. ആ വഴിമധ്യേ ഞാൻ ഇട്ടിട്ട് പോകത്തില്ല എന്ന് നമുക്ക് ആ വാഗ്ദത്തം തന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അങ്ങനെ വാക്ക് തന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം നമ്മളിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ ദൈവകൃപ നമ്മളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ആ ദൈവകൃപ നമ്മളിൽ ഉണ്ടാകും. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വർഗീയ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കും. നമുക്ക് എവിടുന്ന് ഈ സമാധാനം കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന് ആ സ്വർഗീയ സമാധാനം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് തനിയെ സമാധാനം ഉണ്ടാകും. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോരുത്തരും
പല വിധത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. കർത്താവേ, ഓരോരുത്തരുടെയും വിഷമങ്ങൾ അങ്ങ് അറിയുന്നുണ്ട്. അങ്ങ് ഇതിനെല്ലാം വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ശ്രദ്ധിക്കാം. അത് ദൈവമേ, ഇന്ന് അവരെ ഓരോരുത്തരെയും കർത്താവെ നിന്റെ നാമത്തില് കാത്തുകൊള്ളുന്നു. യേശുവിന്റെ നാമത്തില് ഇവർക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും വിടുതൽ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തില് അവർക്ക് സമാധാനം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് എത്തുവാറാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും സമാധാനത്തോടെ കടന്നു പോകുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സേവ്യ സംഘത്തിനും എല്ലാവർക്കും നന്ദി, നമസ്കാരം.